നേരിട്ട് എത്തിക്കുന്നവർ അല്ലെങ്കിൽ പൈസ ഏൽപ്പിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഇൻഷാ അല്ലാഹ് അത് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. نركن مولاي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യനായ തങ്ങളവർകളെ, ഉമർ ഫൈസി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത സുഹൃത്തുക്കളെ, ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിൽ വളരെ പരിശുദ്ധമായ ഈ മാസത്തിൽ രാവിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. നാം എല്ലാവരും മനസ്സിലാക്കിയതുപോലെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മാസത്തിൽ അള്ളാഹു ശറഫ് വലിയ പവിത്രത കൽപ്പിച്ചിട്ടുള്ള ഒരു രാവിൽ അവൻ്റെ ഇഷ്ടദാസനായ ഒരു മഹാന്റെ സവിധത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, സന്നിഹിതരായിട്ടുള്ളത്. തങ്ങൾ ബാബ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തു. അള്ളാഹു ഈ മഹാന്റെ ബറക്കത്ത് കൊണ്ട് ആ ദുആ ഇനി ഇജാബത്ത് തരട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും ഈ മജ്ലിസ് കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. വളരെ പ്രതീക്ഷയോടെയാണ് മാസത്തിൽ 2 തവണ ഈ മഹത്തായ സന്നിധിയിൽ വന്നുകൊണ്ട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ ബറക്കത്തും ഇതിൻ്റെ പുണ്യവും ഇതിൻ്റെ ഫലവും പ്രയോജനവും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് വളരെ ശറഫാക്കപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിൽ പതിവാക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു സൂറത്തുണ്ട്. ഏതാണ് ആ സൂറത്ത്? മാഷാ അല്ലാഹ്, മക്കൾക്കറിയാം. അൽഹംദുലില്ലാ, നല്ല മക്കളാണ്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒരെ പെട്ടെന്ന് അള്ളാഹു ഹാഫിളീങ്ങളാക്കി കൊടുക്കട്ടെ. നല്ല ബുദ്ധിശക്തി, ഓർമ്മശക്തിയൊക്കെ കൊടുക്കട്ടെ. ഒരു ഉസ്താദുമാരുടെ നസ്രീഹത്തിൽ കേട്ടിട്ടുണ്ടത്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള രാത്രികളിൽ ബോധമുള്ള, വിവരമുള്ള, ഇതിന്റെ മഹത്വമറിയുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഓതുന്ന വളരെ ശറഫാക്കപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫജ്ർ എന്ന് പറയുന്നത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെപ്പറ്റി പറയാണ്, ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ രാവുകളിൽ പാരായണം ചെയ്താൽ, മൻ ഖറഅ സൂറത്തുൽ ഫജ്ർ ഫിൽ ലയാലിൽ അശ്ർ, 10 ദിവസം ഓതണം. രാത്രിയാണ് ഓതേണ്ടത്. മഗ്രിബിന്റെയും സുബ്ഹിന്റെയും ഇടയിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ രാത്രികളിൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഗുഫിറ ലഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. വമൻ ഖറഅഹാ ഫീ സായിരിൽ അയ്യാം, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് ഓതിയാലോ, ദുൽഹിജ്ജ മാസമല്ലാത്ത ബാക്കിയുള്ള മാസങ്ങളിൽ ദിവസങ്ങളിൽ ഇത് പാരായണം ചെയ്താൽ, കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ, അവൻ അല്ലാഹു നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വലിയ പ്രകാശം നൽകുമെന്നും മുഹമ്മദ് മുസ്തഫ.
ഇവിടുന്ന് അങ്ങോട്ട് പോയാല് ഒരുപാട് ഇരുട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് കടന്നു പോവാനുള്ളത്. അവിടെയൊക്കെ നമുക്ക് വേണ്ടത് പ്രകാശമാണ്. ആ പ്രകാശം സാധ്യമാവാൻ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്താൽ മതി. നമ്മളൊക്കെ ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ആഖിർ സമാനിലെ പാപികളാണ്. ഓരോ ദിവസവും നൂറുകണക്കിന് തെറ്റുകുറ്റങ്ങൾ ചെയ്തു കൂട്ടുന്നവരാണ്. ഹറാമ് കാണുന്നവരാണ്, കേൾക്കുന്നവരാണ്, പറയുന്നവരാണ്, ചെയ്യുന്നവരാണ്, ചിന്തിക്കുന്നവരാണ്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ പാപങ്ങളൊന്ന് കഴുകിക്കളയണം. നമ്മുടെ പാപങ്ങളൊന്ന് തുടച്ചു നീക്കണം. അതാണ് മരണത്തിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രക്രിയ എന്ന് പറയുന്നത്. ആ പാപമോചനത്തിന് ആവശ്യമായ നൂറുകണക്കിന് അമലുകൾ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചപ്പോ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ രാത്രികളിൽ സൂറത്തുൽ ഫജ്ർ ഓതാനാണ്. എന്താ ഇപ്പൊ സൂറത്തുൽ ഫജ്റും ദുൽഹിജ്ജയും തമ്മിൽ ഇത്ര വലിയ ബന്ധം? അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. ബന്ധമുണ്ട്, വലിയ കണക്ഷൻ ഉണ്ട്. ഒന്ന് ഓതി നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ഇവിടെ വൽ ഫജ്ർ അല്ലാഹു പറയാണ്. വൽ ഫജ്രി, ദുൽഹിജ്ജ മാസത്തിലെ ഒന്നാമത്തെ ദിവസത്തിലെ പ്രഭാതമാണ് സത്യം. അല്ലാഹു വെറുതെ അങ്ങ് സത്യം പറയൂല. നമ്മളെ പോലെ തമാശക്ക് സത്യം പറയുന്ന ആളല്ല. എന്തിനെങ്കിലും പിടിച്ച് സത്യം ചെയ്യുന്ന ആളല്ല പടച്ച തമ്പുരാൻ. പ്രാപഞ്ചിക സത്യങ്ങളെ, വലിയ മുബാറക്കായ വസ്തുക്കളെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു സത്യം ചെയ്യാറുള്ളത്. ഖുർആനിൽ ഒരുപാട് സത്യത്തിന്റെ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ സൂറത്തിൽ അല്ലാഹു പറയാണ് വൽ ഫജ്രി, ദുൽഹിജ്ജ മാസത്തിലെ ഒന്നാമത്തെ പ്രഭാതമാണ് സത്യം. വിവിധ അഭിപ്രായങ്ങളുണ്ട് അതിനെ സംബന്ധിച്ച്. എല്ലാ ദിവസത്തെ പ്രഭാതമൊന്നും അഭിപ്രായമുണ്ട്. പക്ഷെ ചില മുഫസ്സിറുകൾ അതിന് തഫ്സീർ പറഞ്ഞത് ദുൽഹിജ്ജയിലെ ഒന്നാമത്തെ പ്രഭാതം. അതിന് വലിയ ബറക്കത്തുണ്ട്, അതിന് വലിയ പവിത്രതയുണ്ട്. പിന്നെ പറയാണ് വലയാലിൻ അശ്ർ, ആദ്യത്തെ 10 രാത്രികളാണ് സത്യം. ഒരു കൊല്ലത്തിന് 3 പത്തുകൾക്കാണ് കൂടുതൽ ഫളിലുള്ളത്. ഒന്ന് മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസം, 2 ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 രാത്രികൾ, മൂന്നാമത്തേത് പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ 10 രാത്രികൾ. ഇതില് ഉലമാ പറയുന്നുണ്ട് ദുൽഹിജ്ജ മാസത്തിലെ രാവുകൾക്ക് മാത്രമല്ല പ്രത്യേകത, പകലുകൾക്കും പ്രത്യേകതയാണ്. റമളാനിലെ ഒടുവിലത്തെ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ രാവുകളുടെ രാജാവാണ്. എന്നാൽ പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ദിവസങ്ങളുടെ രാജാവാണ്. വലയാലിൻ അശ്ർ, 10 രാത്രികൾക്ക് മാത്രമല്ല 10 ദിവസങ്ങൾക്കും പ്രത്യേകതയുണ്ടെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നെ പറയാണ് വശഫഈ, പെരുന്നാൾ ദിവസമാണ് സത്യം. ദുൽഹിജ്ജ 10-നല്ലേ പെരുന്നാള്, അത് ഇരട്ട ദിവസമാണ്. ആ ദുൽഹിജ്ജ 10-നാണ് സത്യം. വൽ വത്രി, ദുൽഹിജ്ജ 9-ന്റെ അറഫ ദിവസമാണ് സത്യം. ആലോചിച്ചോക്കിയേ, 4 ദുൽഹിജ്ജയുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് റബ്ബ് സത്യം ചെയ്യുന്നത്. എന്നിട്ടാണ് ചില വിഷയങ്ങൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശേഷം പറയുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരായ ഉലമാ മുഴുവനും പറഞ്ഞത് ഈ ദിവസങ്ങളെ, രാത്രികളെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തണം. ഒരു ഹദീസിൽ കാണാം, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഒരാൾ സൽക്കർമ്മം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല. ഭയങ്കര ഇഷ്ടമാണ് അല്ലാഹുക്ക് ദുൽഹിജ്ജ മാസത്തിൽ അമൽ ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണ്. ഈ ശറഫാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ, അതും ഒരു പവിത്രമായ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇത് ദുനിയാവിന്റെ സദസ്സല്ലെന്ന് നിങ്ങൾക്കറിയാം.
ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ സാന്നിധ്യത്തിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഈ സദസ്സ് ഇവിടെ ദുനിയാവല്ല, ഇത് ആഖിറം രക്ഷപ്പെടുത്താനുള്ള സദസ്സാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഓരോ മാസവും 2 തവണ മുടങ്ങാതെ നിങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത്. അല്ലാഹു ഇവിടത്തെ ഫലം വർദ്ധിപ്പിച്ചു തരട്ടെ. അല്ലാഹു ഇവിടത്തെ കറാമത്തുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നത്തെ രാത്രി നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോ അല്ലാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഈ മജ്‌ലിസ്. ഹബീബായ നബി തങ്ങൾക്ക് വല്ലാത്ത മഹബ്ബാണ് ഈ മജ്‌ലിസിനോട്. നിങ്ങൾക്കറിയുമോ, മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരാൾ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ആദരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് 10 നന്മകൾ, 10 ദറജകൾ, 10 ഗുണങ്ങൾ നൽകി ആദരിക്കുമെന്നാണ്. ഏതൊക്കെയാണ് ആ ഗുണങ്ങൾ? മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ പറയാണ്, മൻ അക്രമ ഹാദിഹിൽ അയ്യാമൽ അശറ, ഈ 10 ദിവസങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ, ആദരിക്കാന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ കുറച്ച് കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്യുക. നബി തങ്ങൾ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലുണ്ട്, എന്തെന്നറിയോ? തഹ്മീദും തക്ബീറും തഹ്ലീലും വർദ്ധിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തസ്ബീഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്. അല്ലേ? ഇത് വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. സാധാരണ ചൊല്ലുന്ന ഒരു കൂട്ടത്തിലുണ്ടാകും. ഈ ദിവസങ്ങൾ കുറച്ച് കൂടുതൽ ചൊല്ലുക. അള്ളാഹ്ക്കത് വല്ലാത്ത ഇഷ്ടമാണ്. അള്ളാഹുവിനത് കേൾക്കാൻ വല്ലാത്ത ഇമ്പമാണ്. ഒന്ന് ചൊല്ലി നോക്കിയേ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇതാണ് ആ ദിക്ർ. ഇത് കൂടുതലാക്കേണ്ട മാസമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. സുബ്ഹാനല്ലാഹി എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെ ഒരു വൃക്ഷമാണ്. അൽഹംദുലില്ലയും സ്വർഗ്ഗത്തിലെ വൃക്ഷമാണ്. അല്ലാഹു അക്ബറും സ്വർഗ്ഗത്തിലെ മരമാണ്. ലാ ഇലാഹ ഇല്ലല്ലയും സ്വർഗ്ഗത്തിലെ ഫലം കായ്ക്കുന്ന മരമാണ്. നമ്മൾ ഒരു വട്ടം സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അവിടെ ഒരു മരം, നമ്മൾ ഒരു തവണ അൽഹംദുലില്ലാ പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ അപ്പോൾ തന്നെ നമുക്കൊരു മരം അല്ലാഹു കണക്കാക്കി വെക്കും. തക്ബീറും തഹ്മീദും തസ്ബീഹൊക്കെ ചൊല്ലുമ്പോ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനുള്ളവരാണ് നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ വെച്ച് അതിന്റെ ഫലങ്ങൾ ആസ്വദിക്കാൻ കഴിയും. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയാണ്, ഈ 10 ദിവസങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ അക്രമഹുല്ലാഹു തആല, അല്ലാഹു ആ മനുഷ്യനെ ആദരിക്കുന്നതാണ്. ബിഅശ്രി കറാമാത്തിൻ, 10 ബഹുമാനം കൊണ്ട്, കറാമത്തുകളെ കൊണ്ട്. ഒന്നാമത്തെ നോക്കൂ നിങ്ങൾ, അൽ ബറകത്തു ഫീ ഉംരിഹി. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരാൾ അമൽ കൊണ്ട്, ഇബാദത്ത് കൊണ്ട്, ദിക്ർ കൊണ്ട്, നന്മകളെ കൊണ്ട്, സ്വതഖകളെ കൊണ്ട് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയാൽ, ധന്യമാക്കിയാൽ അവന്റെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്നാണ്. നമുക്കൊക്കെ വേണ്ട സംഗതി അതാണ്. ആയുസ്സിൽ ബർക്കത്ത് വേണം. കുറഞ്ഞ ആയുസ്സേ നമുക്കുള്ളൂ. ആയുസ്സിൽ ബർക്കത്ത് പറഞ്ഞാൽ കുറേ കാലം ജീവിക്കാന്നൊന്നുമല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഉള്ള അല്ലാഹു നമുക്ക് കണക്കാക്കിയ കാലം ഇസ്സത്തോടെ ജീവിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണം, ദിക്റിലും ഫിക്റിലുമായി ജീവിക്കണം, തെറ്റുകൾ ചെയ്യാതെ ജീവിക്കണം, കഴിവിന്റെ പരമാവധി ദീനീ ഖിദ്മത്തിലായി കഴിഞ്ഞുകൂടണം. നേരത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞില്ലേ, ദീനീ ഖിദ്മത്തിൽ കഴിയാൻ തൗഫീഖ് നൽകണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്തല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള എല്ലാവരും, എല്ലാ മഹാന്മാരും കൊതിച്ചത് അതാണ്. എന്ത്? മരണം വരെ ദീനീ ഖിദ്മത്തിലായി കഴിഞ്ഞുകൂടാ. ദീനുമായി അഭേദ്യമായ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ലോകത്തോട് വിട പറയാ. അതിന് പ്രായം പ്രശ്നമല്ല, വയസ്സ് പ്രശ്നമല്ല, ആയുസ് വിഷയമല്ല. ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് 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 നന്മകൾ നേടിയെടുക്കാൻ തൗഫീഖ് ലഭിക്കലാണ്.
അങ്ങനെയാണ് നമ്മുടെ മഹാന്മാര് അയിമ്മത്തുകൾ മുഴുവനും. ഞാൻ പലപ്പോഴും പ്രഭാഷണങ്ങളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചെറിയ പ്രായം മാത്രമേ അവർ ജീവിച്ചിട്ടുള്ളൂ, പക്ഷേ അവർ വലിയ അത്ഭുതങ്ങൾ കാണിച്ചവരാണ്. അപ്പൊ ഒരാള് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹു അവന്റെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്യുമെന്നാണ് ഒന്ന്. രണ്ടാമത്തത് വസിയാദതു ഫീ മാലിഹി, അവന്റെ സമ്പത്തിൽ അല്ലാഹു വർധനവ് നൽകുമെന്നാണ്. നമുക്ക് പലപ്പോഴും പരാതിയാണ്, കടബാധ്യതയാണ് ഉസ്താദേ എന്ന് പറയും, തങ്ങൾ പാപ്പ ജോലിയില്ലെന്ന് പറയും, കാശില്ലെന്ന് പറയും, കിട്ടുന്നത് തികയുന്നില്ല എന്ന് പറയും. നമുക്കെപ്പോഴും സാമ്പത്തികമായ പരാധീനതയെ പറ്റിയുള്ള പരാതികളാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാണ് മഹാനായ ഔലിയാഇന്റെ സുൽത്താൻ ശൈഖ് ജിലാനി തങ്ങൾ പറയുന്നത്, പരിശുദ്ധമായ ദുൽഹിജ്ജയെ ആദരിക്കുക. പ്രത്യേകമായി ആദ്യത്തെ 10 ദിവസങ്ങൾ ആദരിക്കുക എന്ന് പറഞ്ഞാലേ കഴിവിന്റെ പരമാവധി നന്മകൾ ചെയ്യുക. ഈ ദിവസങ്ങൾ തെറ്റുകൾ ചെയ്യാതിരിക്കുക, ഗൗരവം കൂടും. അള്ളാഹു പവിത്രമാക്കിയ ദിവസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതും അല്ലാത്ത ദിവസങ്ങൾ തെറ്റ് ചെയ്യുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. അള്ളാഹു പവിത്രമാക്കിയ ദിവസങ്ങളിൽ അമല് ചെയ്യുന്നതും അല്ലാത്ത ദിവസങ്ങളിൽ അമല് ചെയ്യുന്നതും വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഹറാമുകളിൽ നിന്ന് നമ്മൾ കഴിവിന്റെ പരമാവധി വിട്ടു നിൽക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. നോക്കൂ, നിങ്ങൾ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുമെന്നാണ്. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ ഒരുപാട് അമലുകളുണ്ട്. നമ്മളിങ്ങനെ പ്രയാസപ്പെട്ട് കാണുന്നവരോടൊന്നും പരാതി പറഞ്ഞു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ആത്മീയമായ വഴികൾ, അതിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങിയാൽ ഭൗതികമായ വിഭവങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തരും. നമുക്ക് കാശില്ലാതെ ജീവിക്കാൻ കഴിയോ? നമുക്ക് സമ്പത്തില്ലാതെ ജീവിക്കാൻ കഴിയോ? സമ്പത്ത് വേണം. സമ്പത്ത് എന്ന് പറഞ്ഞാല് ഏതുപോലെയാണ്? കടൽ വെള്ളം പോലെയാണ്. ആ കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകളാണ് നമ്മൾ. കപ്പലിന് സമുദ്രത്തിൽ ഓടാൻ വെള്ളം വേണം. വെള്ളമില്ലാതെ കപ്പൽ ഓടുവോ? ഇല്ല. എന്നതുപോലെ നമുക്ക് ജീവിക്കാൻ എന്ത് വേണം? സമ്പത്ത് വേണം. പക്ഷെ ആ കപ്പലിന്റെ അകത്തേക്ക് വെള്ളം കയറിയാലോ മുങ്ങിപ്പോകും. അപ്പൊ ഖൽബിൽ വല്ലാതെ സ്ഥാനം കൊടുത്ത് ഫിക്റാവേണ്ട ആവശ്യമില്ല. അല്ലാഹ്. എന്നാൽ ആത്മീയമായ വഴികൾ തേടാം. നമുക്കറിയാലോ, സ്വലാത്തുകളുടെ കൂട്ടത്തില് ഓരോ ദിവസവും സാമ്പത്തികമായ വർധനക്കാവശ്യമായ സ്വലാത്ത് പോലും ഉണ്ട്. അതൊക്കെ ഓരോ ദിവസവും ആയിരക്കണക്കിന് തവണ ചൊല്ലുന്ന മുഅ്മിനീങ്ങൾ ലോകത്തുണ്ട്. اللهم صل على سيدنا محمد وصل على جميع المؤمنين والمؤمنات والمسلمين والمسلمات എന്ന് ഓരോ ദിവസവും ഒരു നിശ്ചിത തവണ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അവന്റെ മുതല് ഓരോ ദിവസവും വർദ്ധിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൗമൻ ഫയൗമ, ഡെയിലി അവന് സാമ്പത്തികമായ വർധനവുണ്ടാകുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇപ്പൊ നല്ലോണം പൈസ വേണം. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളാകുമ്പോഴേ നമുക്ക് സക്കാത്ത് കൊടുക്കണ്ടേ, സ്വതക്ക കൊടുക്കണ്ടേ, പാവങ്ങളെ സഹായിക്കണ്ടേ, ദീനി സ്ഥാപനങ്ങളെ സഹായിക്കണ്ടേ. ഇപ്പൊ അൻവാറിന്റെ കാര്യം പറഞ്ഞപ്പോ എത്ര ആളുകളാ സഹായിച്ചത്. അല്ലാഹു എല്ലാം കബൂലാക്കട്ടെ. ഇതിനൊക്കെ കയ്യിൽ എന്ത് വേണം? പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ എങ്ങനെ നമുക്ക് കൊടുക്കുക? അല്ലെങ്കിലും മഹാന്മാരായ ഉസ്താദുമാർ, ആരിഫീങ്ങൾ പറയാറുണ്ട്, സാമ്പത്തികമായ പുരോഗതി റബ്ബിനോട് ചോദിക്കുമ്പോ പടച്ചോനെ ഞങ്ങൾക്ക് പൈസ തരണേ എന്ന് പറയാൻ പറ്റൂല, ഞങ്ങൾക്ക് സമ്പത്ത് തരണേ എന്ന് പറയാൻ പറ്റൂല. പിന്നെ എന്താ പറയേണ്ടത്? റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ എനിക്ക് സമ്പത്ത് നൽകണമേ അല്ലാ എന്ന് നിരന്തരം ദുആ ചെയ്താൽ പടച്ച റബ്ബ് അവന്റെ കൈ തട്ടി മാറ്റൂല. എന്തിനാ പൈസ? നമുക്ക് അടിച്ചു പൊളിക്കാനോ? അല്ല, നമുക്ക് അടിച്ചു പൊളിക്കാനല്ല സമ്പത്ത്, നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കാനാണ്. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ എന്ന പ്രയോഗം ഖുർആനിൽ എത്രയാണ് പറഞ്ഞത്? ഇതൊക്കെ വെറുതെ ആകും ഞങ്ങൾ വിചാരിച്ചത്. അൻവാറിന് കൊടുക്കുന്ന ഓരോ നാണയത്തുട്ടുകൾ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സ്വർഗത്തിൽ അത് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു ആഖിറത്തിൽ അത് വലിയ മുതൽക്കൂട്ടാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, അള്ളാഹുവേ, നിന്റെ വഴിയിൽ ചെലവഴിക്കാൻ എനിക്ക് എത്തിയും കുട്ടികളെ സഹായിക്കണം എന്നുണ്ട്. എന്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് സ്വതക കൊടുക്കണമെന്നുണ്ട്. ഒരുപാട് വിഷമിക്കുന്നവരെ ഞാൻ കാണുന്നുണ്ട്. കൊടുക്കണം എന്റെ മനസ്സിൽ വല്ലാത്ത പൂതിയുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, കയ്യിൽ കാശില്ല. അല്ലാഹുവേ, വലിയ വലിയ മുതലാളിമാര്, സമ്പന്നന്മാര് സ്വതക കൊടുക്കുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത പൂതിയാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ കയ്യിലേക്ക് സമ്പത്ത് തരണേ അല്ലാ, ഖൽബിലേക്ക് തരല്ലേ അല്ലാ. സമ്പത്തിന് വേണ്ടി ദ്വേർക്കാം, അധ്വാനിക്കാം, എത്ര വേണമെങ്കിലും നമുക്ക് സമ്പാദിക്കാം. പക്ഷെ ഇസ്ലാം പറയുന്നത് ഹലാലായ രീതിയിലാവണം, വിനിയോഗിക്കേണ്ടതും ഹലാലായ രീതിയിലാവണം. പിന്നെ വർഷത്തിൽ ഒരു 2.5% ടാക്സ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ഗവൺമെന്റിന്റെ മാതിരി ഇത്ര കയ്യിൽ വെക്കാൻ പാടുള്ളൂ, ഇത്ര കറൻസിയെ കയ്യിൽ വെക്കാൻ പാടുള്ളൂ, അങ്ങനെ കണക്കൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ നിയമം എത്ര കോടാനക്കോടിക്കണക്കിന് രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം. മാഷാ അല്ലാഹ്, സേലത്തുള്ള അല്ലേ, തമിഴ്നാട് സേലത്തുള്ള ഒരു സഹോദരൻ ഒരു ഫാന് നമ്മുടെ അൻവാറിലേക്ക് സ്വതക്ക ചെയ്തിട്ടുണ്ട്. ഖൂലൂ തക്ബീർ. അല്ലാഹുവേ, നീ ഖബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഇൽമിനോടുള്ള ഹുബ്ബ, ആലിമീങ്ങളോടുള്ള മഹബ്ബത്താണ്, ഖുർആനിനോടുള്ള മഹബ്ബത്താണ്, പടച്ച റബ്ബേ മുത്തഅല്ലിമീങ്ങളോടുള്ള സ്നേഹമാണ്. അക്കാരണം കൊണ്ടവർക്ക് സ്വർഗം നൽകണം റബ്ബേ, അവരെ ദുനിയാവ് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇനിയും ദീനിന് നൽകാൻ ഒരുപാട് സാമ്പത്തികമായ പുരോഗതി അവർക്ക് നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഇങ്ങനെ തന്നെയാണ് പരിശുദ്ധമായ ദീൻ ഇവിടെ വളർന്നു വന്നത്. ഞാൻ വിശദീകരിക്കണില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സമ്പത്തിന് വേണ്ടി കൊതിക്കുന്നതിന് കുഴപ്പമില്ല. സമ്പത്ത് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാം. നിങ്ങൾക്കറിയുമോ, അസ്മാഉൽ ഹുസ്നയിൽ പ്രധാനപ്പെട്ട 2 ഇസ്മുണ്ട്. സാമ്പത്തികമായ പുരോഗതിക്ക് ആവശ്യമായ ഇസ്മുകളാണത്. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ സാമ്പത്തിക പ്രയാസം പറഞ്ഞ് പരാതി പറയുന്ന ആളുകളോട് ധാരാളമായി ചൊല്ലാൻ പറയുന്ന പ്രധാനപ്പെട്ട 2 ദിക്റാണ്. യാ ഗനിയ്യു യാ മുഗ്നി. അള്ളാന്റെ ഒരു പേരെന്താണെന്നറിയോ? മുതലാളി എന്നാണ്. ഗനിയ്യ്, അസ്മാഉൽ ഹുസ്നയിൽ നിങ്ങൾ കേട്ടിട്ടില്ല? ഗനിയ്യ്, 99 നാമങ്ങളിൽ ഒരു നാമം ഗനിയ്യ് എന്നാ. ഗനീന്റെ അർത്ഥം എന്താ? മുതലാളി എന്നാണ്. അള്ളാഹു മുതലാളിയാണ്. അള്ളാഹ് മുതലാളിയല്ലേ? ഈ ആകാശം മുഴുവനും ഭൂമി മുഴുവനും, 7 ആകാശങ്ങളും 7 ഭൂമിയും അതിലുള്ള മുഴുവനും, സ്വർഗവും നരകവും മഹ്ശറയും എല്ലാം, ഈ പ്രപഞ്ചം മുഴുവനും റബ്ബിൻ്റെതാണ്. ഇപ്പറയുന്ന എന്റെ ശരീരം റബ്ബിൻ്റെതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരം റബ്ബിൻ്റെതാണ്. ഇവിടെ റബ്ബിൻ്റെതല്ലാത്ത ഒരു വസ്തുവും ഇവിടെയില്ല. നിങ്ങളൊന്ന് കാണിച്ചെന്നേ. ഇവിടെ നമ്മുടെ കാഴ്ചയിൽ റബ്ബിൻ്റെതല്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു, ഒരു കടുകുമണി തൂക്കമുള്ള എന്തെങ്കിലും വസ്തു കാണിച്ചു തരാൻ കഴിയോ? കഴിയൂല. എത്രണ്ണായി? മാഷാ അല്ലാഹ്, മൊത്തം 12 ഫാനാ വേണ്ടത്. 6 കൂടെ ഇനി വേണം. അത് മുഴുവനും ബഹുമാനപ്പെട്ട സുലൈമാൻ ഖാന്റെ കെയറോഫിൽ തമിഴ്നാട്ടിലുള്ള അവിടെ നിന്നല്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവരെ സംഘടിപ്പിച്ചു കൊടുക്കുമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പഠിച്ചോനെ, എത്ര എത്ര മനുഷ്യന്മാരാണ് ഇൽമിനെ സ്നേഹിച്ചപ്പോ രക്ഷപ്പെട്ടു പോയത്. മഹാനായ അടക്കാക്കുണ്ടിലൊരു ബാപ്പുഹാജിയുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സ്ഥാപകനായ ഒരു ബാപ്പുഹാജിയുണ്ട്. അവരൊക്കെ ഇന്ന് ഖബറിൽ രാജകുമാരന്മാരാ. ഇൽമിനെ സ്നേഹിച്ചവര് മുഴുവനും രക്ഷപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട സുലൈമാൻ ഖാനെയും ആ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഇതിൽ ആരൊക്കെ പങ്കാളികളാകുന്നുണ്ടോ അവരെ മുഴുവനും നീ അതിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ.
ഇൽമിന് സ്വതഖ ചെയ്താൽ എന്തെല്ലാം ദുന്യവിയും മുഖ്റവിയുമായ നേട്ടമുണ്ടാകുമോ അത് മുഴുവനും അവർക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, സന്തോഷം. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സമ്പത്ത് റബ്ബിനോട് ചോദിക്കാം. അല്ലാഹു മുതലാളിയാണ്. നമ്മളെ കയ്യിലല്ലേ പൈസ ഇല്ലാത്തതുള്ളൂ. നമ്മുടെ യജമാനന് വല്ലാത്ത കോടിപതിയല്ലേ. അവൻ ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയല്ലേ. ആ റബ്ബിനെ അങ്ങ് വിളിച്ചോളൂ. യാ ഗനിയ്യു യാ മുഗ്നി. അല്ലാഹുവേ, മുതലാളിയായ റബ്ബേ, മുതലാളിയാക്കുന്ന റബ്ബേ. ഭയങ്കര ഇസ്മാണത്. അതൊക്കെ ഒരു നിശ്ചിത തവണ ഡെയിലി പതിവാക്കിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സാമ്പത്തികമായി ജീവിതത്തിൽ കാണാനും കഴിയും. ഒരു സ്വഹാബി കടന്നു വന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. യാ റസൂലല്ലാഹ്, ജോലിയൊക്കെയുണ്ട്, വരുമാനവുമുണ്ട്, പക്ഷേ തികയുന്നില്ല നബിയേ. മാഷാഅല്ലാ, ഒരു സഹോദരൻ, ഒരു ഫാന്. സഹോദരിയാ? അൽഹംദുലില്ലാ. ഒരു സഹോദരി ഈ മജ്ലിസിൽ വെച്ച് മഹാന്റെ സന്നിധിയിൽ വെച്ച് റബ്ബേ അൻവാറിലേക്ക് ഒരു ഫാന് സംഭാവന ചെയ്തിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് മഹാന്മാരായ ഉസ്താദുമാർ അവിടെ ഇൽമുമായി ബന്ധപ്പെട്ട് അവർ ചെലവഴിക്കുന്നവരുടെ സ്റ്റാഫ് റൂമിലേക്ക് വെക്കുമെന്നാണ് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ പറഞ്ഞത്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റബ്ബേ, നീ ഖബൂലാക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ സഹോദരിയുടെ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. എന്തൊക്കെ മുറാദുകളുണ്ടോ ഹാസിലാക്കണം റഹ്മാനേ. മറ്റു രണ്ടു സഹോദരിമാർ ചേർന്നുകൊണ്ടൊരു ഫാൻ അല്ലാഹുവേ ഇവിടെ വീണ്ടും ഓഫർ ചെയ്തിരിക്കുകയാണ്. അതും നീ ഖബൂലാക്കണം അല്ലാഹ്. ആ മൂന്ന് സഹോദരിമാരെയും ആദ്യം ഓഫർ ചെയ്തൊരു സഹോദരി, പിന്നെ രണ്ട് സഹോദരിമാർ ചേർന്നിട്ടൊരു ഫാൻ എന്നാ പറഞ്ഞത്. ആ മൂന്ന് സഹോദരിമാരെയും നീ അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ മനസ്സിനെ അലട്ടുന്ന വല്ല പ്രശ്നമുണ്ടെങ്കിൽ പടച്ചോനെ, നിന്റെ മക്കളാണിത്. നിന്റെ ഖുർആൻ സ്ഥിരമായി ഓതുന്ന 24 മണിക്കൂറും എന്നതുപോലെ ചുണ്ടിൽ പരിശുദ്ധമായ ഖുർആനിന്റെ മന്ത്രവുമായി ജീവിക്കുന്ന മക്കളാണ് ആമീൻ പറയുന്നത്. ആ മക്കളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ വിഷമങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണേ റബ്ബേ. സങ്കടങ്ങൾ തീർക്കണേ റബ്ബേ. അവിടെ മരിച്ചവരിൽ അവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ മിസ്ലി സവാബിന് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇനിയും ദീനിന് കൊടുക്കാൻ ഒരുപാട് സമ്പത്ത് അവരുടെ കൈകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. മാഷാ അല്ലാഹ്, മറ്റൊരു സഹോദരൻ ഒരു ഫാന്. അൽഹംദുലില്ലാഹ്, ഇതെന്തൊരു അത്ഭുതമാണ്. തങ്ങളുപ്പാപ്പ നിങ്ങളോടൊരു പൂവാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ തങ്ങളുപ്പാപ്പാക്ക് കൊടുക്കുന്നത് പൂന്തോട്ടമാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനേ, നീ ഖബൂലാക്കണം റഹ്മാനേ. ഞാനിങ്ങനെ ആലോചിച്ചു പോവാണ്, ഓരോ സ്ഥാപനത്തിന്റെ ഉയർച്ചക്ക് പിന്നിലും നല്ല ഇഖ്ലാസുള്ള ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അൻവാർ ഏറ്റെടുത്തതിന് ശേഷം, അവിടുത്തെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം മാഷാ അല്ലാഹ് അത്ഭുതകരമായ പുരോഗതിയാണ് അൻവാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നാടിന്റെ വെളിച്ചമായി മാറണം. അത് ഖിയാമത്ത് നാൾ വരെ ആ പ്രകാശം പരന്നൊഴുകണം റബ്ബേ. ഒരുപാട് മഹാന്മാർ കൈവച്ച സ്ഥാപനമാണത്. ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ പൊരുത്തമുള്ള സ്ഥാപനമാണത്. കാളാ ഉസ്താദിന്റെ സ്നേഹസ്പർശം ലഭിച്ച സ്ഥാപനമാണത്. നീ അത് നിലനിർത്തണം റഹ്മാനേ. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കണം റബ്ബേ. തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിലുള്ളതിന്റെ ഖാദിമീങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ആ സ്ഥാപനത്തെ ഉയർത്തണം റഹ്മാനെ. അവിടുത്തെ ഉസ്താദുമാർ, അവിടുത്തെ മക്കളെല്ലാവരെയും നീ നല്ല അലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളുമാക്കണം റഹ്മാനെ. ഞങ്ങളെ നാട്ടിൽ ഉലമാക്കളൊക്കെയുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തല്ല. പക്ഷേ ഉഖ്റവിയായ ഉലമാക്കൾ കുറഞ്ഞു വരികയാണ്.
സങ്കടം പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഉഖ്റവിയായ ഉലമാക്കൾ കുറഞ്ഞു വരുന്നു, ഭൗതികതക്ക് മുൻതൂക്കം നൽകുന്ന ഉലമാക്കൾ കൂടി വരുന്നു. അല്ലാഹുവേ, ഉഖ്റവിയായ ഉലമാക്കളെ ഉൽപ്പാദിപ്പിക്കാൻ അൻവാറിന് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. സുന്നത്തു ജമാഅത്തിനെ ശക്തിപ്പെടുത്തുന്ന ഉലമാക്കൾ വരണം, സമസ്തയെ ശക്തിപ്പെടുത്തുന്ന ഉലമാക്കൾ അവിടെ നിന്ന് പറവിയെടുക്കണം. അതിന് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഞാൻ പറയട്ടെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, തികച്ച പാടില്ല നബിയേ, സാമ്പത്തിക പ്രയാസമാണ്, സാമ്പത്തിക ഞെരുക്കമാണ്. നബി തങ്ങൾ കൊടുത്തൊരു മറുപടി ഉണ്ട്, അതെല്ലാവരും മനസ്സിലായിക്കോളി. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്, എന്നാൽ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. അള്ളാന്റെ ഹബീബി പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞു, സ്വഹാബി, നീ എപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും രണ്ട് കാര്യം നീ ശ്രദ്ധിക്കണം. ഒന്ന്, വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എവിടെ നമ്മൾ പുറത്തു പോയിട്ട് വന്നാലും വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ്, സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ നിൽക്കുക. ഇഖ്ലാസ് സൂറത്ത് ഏതാ? കുറഞ്ഞ ടൈം പോരെ നമുക്ക്. 3 തവണ ഇഖ്ലാസ് ഓതാൻ വേണ്ടി പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ഈ സ്വഹാബി ഇങ്ങനെ വിചാരിച്ചു, ഞാൻ വലിയൊരു പരാതി നബി തങ്ങളോട് പറഞ്ഞിട്ട് ആകെ എനിക്ക് തന്ന പരിഹാരം എന്താ? ഇഖ്ലാസ് സൂറത്ത്. അതിപ്പോ നമ്മൾ എപ്പോഴും ഓതുന്ന സംഗതി തന്നെയല്ലേ. പക്ഷേ അവർക്കറിയാം, മുത്തുനബി വെറുതെ പറയുന്ന ആളല്ല. വമാ യംദിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. മുത്തുനബി വായ തുറക്കണമെങ്കിൽ 7-ാം ആകാശത്തിന്റെ അപ്പുറത്ത് നിന്ന് സയ്യിദുനാ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ കടന്നു വരണം, വഹയറിയിക്കണം. അപ്പോഴേ നബി തങ്ങൾ വല്ലതും പറയൂ. സ്വഹാബി എന്ത് ചെയ്തു? അന്ന് മുതൽ പതിവാക്കാൻ തുടങ്ങി. എപ്പോൾ വീട്ടിൽ കണ്ട് കയറി ചെല്ലുമ്പോഴും 3 വട്ടം ഇഖ്ലാസ് ഓതിയിട്ട് വീട്ടിൽ കിടക്കുള്ളൂ. മാസങ്ങൾ കഴിഞ്ഞു. ഈ സ്വഹാബി അള്ളാന്റെ ഹബീബിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു, ഹളറത്തിലേക്ക് കടന്നു വന്ന് സലാം പറഞ്ഞു. നബിയേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാൻ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് പരാതി പറഞ്ഞത്? അന്ന് നിങ്ങൾ എന്നോടൊരു പരിഹാരം പറഞ്ഞു തന്നിരുന്നു നബിയേ. അന്ന് എന്റെ മനസ്സിൽ അത് ചെറുതായി തോന്നിയിരുന്നു യാ റസൂലല്ലാഹ്. പക്ഷേ ഞാനതങ്ങ് ദായിമാക്കാൻ തുടങ്ങിയപ്പോ, ഞാനതങ്ങ് പതിവാക്കാൻ തുടങ്ങിയപ്പോ അത്ഭുതമാണ് എന്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞത്. അന്ന് ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്ന സമയത്ത് ഞാൻ കടബാധിതനായിരുന്നു നബിയേ. ഇന്നെനിക്കൊരു നയാ പൈസ പോലും കടമില്ല യാ റസൂലല്ലാഹ്. ഇന്നെനിക്ക് സാമ്പത്തിക ഞെരുക്കമില്ല യാ ഹബീബല്ലാഹ്. ചരിത്രത്തിൽ ഇത് കാണാൻ കഴിയും. ചെയ്തൂടെ നമുക്ക്? നമ്മൾ കാണുന്നവരോട് ഇങ്ങനെ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യന്മാരോട് പരാതി പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ടാകും, പുറത്ത് നമ്മളെ സങ്കടത്തിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പങ്കുചേരും. നമ്മളോട് ശത്രുതയുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും. പടപ്പുകളോട് പറഞ്ഞിട്ട് എന്താ നമുക്ക് പരിഹരിച്ച് കിട്ടുക? നമ്മളെ യജമാനൻ മുതലാളിയല്ലേ. ആ റബ്ബിനെ മുൻനിർത്തിയിട്ട് ചില അമലുകൾ ചെയ്താൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, കാശുകൊണ്ട് കുതിര കളിക്കരുത്. സമ്പത്ത് കുതിര കളിക്കാനുള്ളതല്ല. ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം അതാണ്. ഗൾഫൊക്കെ വ്യാപകമായപ്പോ, കുറച്ചൊക്കെ പച്ചപ്പ് നമ്മളെ ജീവിതത്തിൽ കടന്നു വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന കൂട്ടത്തില് നമ്മൾ കാശുകൊണ്ട് തമ്മാടിത്തരം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അപകടമാണ്, നാണമാണ്. ഇന്നും കല്യാണങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോ സ്വാലിഹീങ്ങൾക്ക് ഇന്ന് കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. ആലിമീങ്ങൾക്ക്, ഉഖ്റവിയായ ആലിമീങ്ങൾക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. സ്വാലിഹത്തുകളാകുന്ന ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് ഉമ്മപങ്ങന്മാരുണ്ട്. അവർക്കൊന്ന് മനസ്സമാധാനത്തോടെ ഇന്നത്തെ കല്യാണ സദസ്സുകളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല.
സമ്പത്തിന്റെ പളപളപ്പിലതാ ആർഭാടങ്ങളും പേക്കൂത്തുകളുമാണ് കല്യാണ സദസ്സുകളില്. അള്ളാഹുവിന്റെ ശാപം പോലും ഇറങ്ങാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങള്, ആണും പെണ്ണും ഒന്നിച്ചു കൂത്താടുന്ന വളരെ ഹറാമായ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത, മുത്തുനബി പൊരുത്തപ്പെടാത്ത ഹറാമിന്റെ കൂത്തരങ്ങുകള്. പൈസ കയ്യിൽ വന്നപ്പോ നമ്മൾ റബ്ബിനെ മറന്നു പോവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് അപകടമാണ്. നിങ്ങൾക്ക് ഖാറൂനിനെ അറിയാമല്ലോ, ലോകം കണ്ട മുതലാളിയായിരുന്നു ഖാറൂന്. അവന്റെ സുബ്ഹാനല്ലാഹ്, അവന്റെ ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങള് ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഖാറൂനേ സക്കാത്ത് കൊടുക്കണം, സ്വതക കൊടുക്കണം. ഇത് പറഞ്ഞപ്പോ അവൻ വീമ്പിളക്കി, എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കാശ് എന്തു ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അഹങ്കാരത്തിന്റെ വാക്ക്, ഇന്ന് പല മുതലാളിമാരും പറയുന്ന വാക്ക്, ഇന്ന് പല സമ്പന്നന്മാരുടെ മനസ്സിലുള്ള വാക്ക്. അന്ന് ഖാറൂൻ പറഞ്ഞപ്പോ സമ്പത്ത് കൊടുത്ത അതേ പടച്ച തമ്പുരാൻ അവനെ അങ്ങ് പരീക്ഷിച്ചില്ലേ? അവനെയും അവന്റെ സമ്പത്തിനെ മുഴുവനും അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞില്ലേ? ഒരു പൊടി പോലും പുറത്ത് കണ്ടില്ലല്ലോ. ഇന്നും അള്ളാന്റെ ഹബീബ് പറയാണ്, ഹദീസിൽ കാണാം, ഖാറൂനിനെ അല്ലാഹു അന്ന് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു, ജീവനോടെ ആഴ്ത്തിക്കളഞ്ഞു, സമ്പത്ത് മുഴുവനും ആഴ്ത്തിക്കളഞ്ഞു. ഖിയാമത്ത് നാൾ വരെ ഖാറൂൻ ഭൂമിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. താന്നുകൊണ്ടേയിരിക്കാണ് ഇലാ യൗമിൽ ഖിയാമ. നമ്മൾ മനസ്സിലാക്കുന്നത് റബ്ബിന്റെ ഫളിലാണ്. അത് നമ്മൾ ഡോറും എഴുതി വെച്ചാ പോരാ, കാറും എഴുതി വെച്ചാ പോരാ. ഞമ്മക്കൊരു സ്വഭാവമുണ്ട്, കാറ് വാങ്ങിയാൽ സ്റ്റിക്കർ ഒട്ടിക്കും, ഹാദാ മിൻ ഫളിലി റബ്ബി. എന്താ അതിന്റെ അർത്ഥം? ഇതിന്റെ റബ്ബിന്റെ ഫളിലാണ് എന്നാണ് പറഞ്ഞത്. നിന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതല്ല. അങ്ങനെ ആർക്കും തോന്നണ്ട പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നമ്മളെ സാമർത്ഥ്യം കൊണ്ടല്ല സമ്പത്ത് ലഭിക്കുന്നത്, റബ്ബിന്റെ മഹ്ലായ ഫളിൽ കൊണ്ടാണ്. അതൊരു പരീക്ഷണമാണ്. സൗന്ദര്യം കൊണ്ട് പരീക്ഷിക്കും പോലെ സമ്പത്ത് കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, ആ സമ്പത്തിന്റെ കാര്യത്തിൽ നമ്മൾ അച്ചടക്കം കാണിക്കണം. അല്ലാഹു നമുക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹ്ക്ക് പൊരുത്തമുള്ളതിന് വേണ്ടി ചെലവഴിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ദുൽഹിജ്ജ മാസത്തിനെ ഒരാൾ ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ, അമലുകളെ കൊണ്ട് ഇതിനെ ധന്യമാക്കിയാൽ അല്ലാഹു അവന് സാമ്പത്തികമായ പുരോഗതി കൊടുക്കുമെന്ന് മഹാനായ ജീലാനി തങ്ങൾ പറയാ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ, 9 മണി കഴിഞ്ഞു. മൂന്നാമത്തേത് മഹാനായ ജീലാനി തങ്ങൾ പറയാണ്, വൽ ഹിഫ്ളു ലിഇയാലിഹി. നമ്മൾ ആകെയുള്ള ഒരു ബേജാറ്, പഠിച്ചോനെ എൻ്റെ കുടുംബത്തിനൊന്നും പറ്റരുത്, എനിക്കും എൻ്റെ കുടുംബത്തിനൊന്നും പറ്റരുത്. എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എപ്പോഴും നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അവരെ കാണുന്നവരോടൊക്കെ ദ്വേർക്കാൻ പറയുന്നതാണ് അവരെ സംബന്ധിച്ച്. ആ കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്ക് സമാധാനം വേണോ, സംരക്ഷണം വേണോ, പ്രൊട്ടക്ഷൻ വേണോ? ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തെ ആദരിച്ചാൽ മതി എന്ന് ഔലിയ എന്റെ നേതാവായ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിക്കണില്ല. നാലാമത്തേത് വത്തക്ഫീറു ലിസയ്യിആതിഹി. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളെ ഒരാൾ ആദരിച്ചാൽ അവന്റെ പാപങ്ങളെ അല്ലാഹു മായ്ച്ചു കളയും, പുറത്തു കൊടുക്കും. അല്ലാഹു പുറത്തു തരട്ടെ. അല്ലാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. അഞ്ചാമത്തേത് അല്ലാഹു അവന്റെ നന്മകളെ ഇരട്ടിയാക്കും. അല്ലാഹു കഴിയുമല്ലോ. നമ്മൾ ഒരു നിസ്കാരം നിസ്കരിച്ചാല് 100 നിസ്കാരത്തിന്റെ കൂലി തരാൻ പടച്ചോന് അധികാരം ഉണ്ടല്ലോ. ഈ ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകൾക്കും 10 മാറ്റിന്റെ തിളക്കമാണ്.
സാധാരണയുള്ള നിസ്കാരം പോലെയല്ല, ദിക്ർ പോലെയല്ല, സ്വലാത്തിന്റെ മജ്ലിസ് പോലെയല്ല, സ്വതക്ക പോലെയല്ല. ഇന്ന് അൻവാറിലേക്ക് എത്ര ആളുകൾ ഇവിടുന്ന് സ്വതക്ക ചെയ്തു, അത് മറ്റുള്ള മാസങ്ങളിൽ സ്വതക്ക ചെയ്യും പോലെയല്ല. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തെ പ്രത്യേകത തന്നെ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഷഹാദത്ത് കലിമ കഴിഞ്ഞാലുള്ള ബാക്കി 4 ഇസ്ലാമിന്റെ അമലുകളും ഒന്നിച്ചു ചേർന്ന 10 ദിവസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസം. അതാ അതിന്റെ പ്രത്യേകത. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിൽ നിസ്കാരമുണ്ട്. നിസ്കാരം എപ്പോഴും ഉണ്ട്. ദുൽഹിജ്ജ 10 ദിവസത്തിൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. ദുൽഹിജ്ജ 10 ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോമ്പെടുക്കുന്നുണ്ട്. കാരണം ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെ 9 വരെ നോമ്പ് സുന്നത്താണ്. 9ന്റെ അന്ന് അറഫാ ദിവസം മുഅക്കദായ സുന്നത്താണ്. 1 മുതൽ 9 വരെ സുന്നത്താണ്. അപ്പൊ നോമ്പും ഈ 10 ദിവസത്തിലുണ്ട്. പിന്നെയോ സ്വതക്ക കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങൾ സ്വതക്ക കൊടുക്കണേ. പ്രത്യേകം ഉലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കിതാബുകളിൽ. സ്വതക്ക കൊടുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് മാത്രമല്ല, ദുൽഹിജ്ജ 10ന്റെ അന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്ന ധർമ്മം. അത് ഈ 10 ദിവസത്തിലാണ്. ഉദ്ഹിയ്യത്ത് വലിയ അമല. നമ്മളൊക്കെ അതിനു വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കുകയായിരിക്കും. അത് പങ്കാളികളായ ആളുകളൊക്കെ ഉണ്ടാവും. അള്ളാഹു കബൂലാക്കട്ടെ. അത് ചെറിയ കാര്യമെന്ന് വിചാരിക്കണ്ട. അള്ളിമൂ ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മതായാക്കും. ഒരു 10,000 റുപ്യ, ചില മഹലിലൊക്കെ 8,000 റുപ്യ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ വരുന്ന സമയത്ത്, ഇന്നോ ഇന്നലെയോ ഒരു പള്ളിന്റെ മുമ്പിൽ ബോർഡ് കണ്ടു, 7,000 രൂപക്ക് ഒരു ഷെയർ. ഒരു ചെറിയൊരു വണ്ടി ഇട്ടണമെങ്കിൽ എത്ര റുപ്യ കൊടുക്കണം? ഇത് സിറാത്ത് പാലത്തും നമ്മളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള വാഹനമാണ് ഉദ്ഹിയ്യത്ത് മൃഗം എന്ന് മുഹമ്മദ് മുസ്തഫ. 7,000 റുപ്യ കൊടുത്താലേ അവിടുത്തെ വണ്ടി കിട്ടുന്നുണ്ടെങ്കിൽ എത്ര വണ്ടി നമുക്ക് വാങ്ങാം? അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, സ്വതക്കയുമുള്ള മാസമാണിത്. പിന്നെയോ പഞ്ചസ്തംഭങ്ങളിൽ വളരെ പ്രധാനമായ പരിശുദ്ധമായ ഹജ്ജ് എന്ന് പറയുന്ന അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള പവിത്രമായ കർമ്മം. നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പോലും ലക്ഷക്കണക്കിന് ഹാജിമാർ പരിശുദ്ധമായ മക്കയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. അവർ ഹജ്ജിനുള്ള ഒരുക്കത്തിലാണ്. തുടങ്ങി 2 ദിവസം കഴിഞ്ഞ ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടങ്ങി. അല്ലാഹുവേ, ഈ വർഷത്തെ ഹജ്ജ് നീ സമാധാനപൂർണ്ണമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ പടച്ചോനെ. ഹാജിമാർ വലിയ ഭാഗ്യം ചെയ്തവരാണ്. അവർ വല്ലാത്ത തൗഫീഖ് ലഭിച്ചവരാണ്. ഞങ്ങൾക്കും തൗഫീഖ് നൽകണം റബ്ബേ. ചെയ്തവരുടെ ഹജ്ജ് ഉംറയും നീ കബൂലാക്കണം റഹ്മാനേ. ഈ സമയം ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, ആഫിയത്ത് നൽകണം റഹ്മാനേ. ഈ ഹജ്ജ് നിലകൊള്ളുന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ. അതും അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അതെപ്പോഴാ? ദുൽഹിജ്ജ 9-നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിസ്കാരവും സ്വതക്കയും അതുപോലെ നോമ്പും ഹജ്ജും ഈ 4 അമലും ഒത്തുവന്ന മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. അതുകൊണ്ട് ഭയങ്കര ഫളില. പിന്നെ പറയാണ് മഹാനായ ജിലാനി തങ്ങൾ പറയാണ്, മാഷാ അല്ലാഹ്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം മഹാനായ ജിലാനി തങ്ങൾ പറയാണ്, വത്തസ്ഹീലു ലിസകറാത്തി മൗതിഹി, മരണവേദന ലഘുവാകുമെന്നാണ്. ഇനി എന്താ വേണ്ടത്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ, രാത്രികളെ ആദരിച്ച് ബഹുമാനിച്ച് കൂടുതൽ അമല് ചെയ്ത് സ്വതക്കൊക്കെ കൊടുത്ത് അതിനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് തെറ്റെന്നൊക്കെ വിട്ടു നിന്നാൽ അതിനെ മെയിൻ ചെയ്യുക, അതിനെ പ്രത്യേകമായി പരിഗണിക്കുക, കണക്കിലെടുക്കുക. എന്നാൽ മരിക്കുന്ന സമയത്ത് സക്കറാത്ത് എളുപ്പമാകുമെന്നാണ്. അതിനല്ലേ നമ്മൾ മജ്ലിസ് നൂറൊക്കെ ചെല്ലുന്നത്? യസ്സിർ സകറാത്തില്ലിയാ തുമീതു ദീനൽ മുൻജിയാ യാ മൻ ബഖീഅൻ ഹാവിയാ ഖിനി ദവാമൻ യാ അല്ലാഹ്. 3 വട്ടാ ചൊല്ലുന്നത് യസ്സിർ സകറാത്തില്ലിയാ. പടച്ചോനെ, മരണവേദന എളുപ്പാക്കി തരണേ, മരണവേദന ലഘുവാക്കി തരണേ എന്നാണ് ആ ദുആ. ദുൽഹിജ്ജയെ ആദരിച്ചാൽ അല്ലാഹു അത് സാധ്യമാക്കി കൊടുക്കും. പിന്നെയോ വല്ലിയാഉ ലിദുലുമാതിഹി,
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇരുട്ടിന്റെ ഘട്ടങ്ങൾ നമുക്ക് വരാനുണ്ട്. ഖബർ എന്ന് പറയുന്നത് ഇരുട്ടിന്റെ വീടാണ്. മുഅ്മിനീങ്ങളെ, മഹല്ല് കമ്മിറ്റി നമുക്ക് വീടൊരുക്കി തരും. പക്ഷെ അവിടെ കരണ്ടില്ല, വെളിച്ചല്ല. അത് നമ്മൾ കൊണ്ടോണം. വീട് പോലും ഉണ്ടാക്കി തരും മഹല്ല് കമ്മിറ്റി. അവിടേക്കല്ലേ ലൈറ്റ് ആര് കൊണ്ടോണം? നമ്മൾ കൊണ്ടോണം. അവിടേക്കുള്ള ലൈറ്റാണ് അമലും ഇബാദത്തും സ്വലാത്തും. ഇതുപോലെയുള്ള മജ്ലിസുകളും സ്വദഖയുമെല്ലാം സൽക്കർമ്മങ്ങൾ മുഴുവനും ഖബറിലേക്കുള്ള വെളിച്ചമാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരാൾ ബഹുമാനിച്ചാൽ അവന്റെ ഖബറിൽ വെളിച്ചമുണ്ടാകുമെന്ന് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾ പറയാൻ. അതുപോലെ തന്നെ മീസാനിൽ അല്ലാഹു നന്മകൾ ഭാരമാക്കും. ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ, വല്ലാത്ത രംഗമാണത് മുഅ്മിനീങ്ങളെ. ചില മനുഷ്യന്മാര് ഒരു ഹസനത്തിന്റെ കുറവ് കൊണ്ട് നരകത്തിൽ കിടക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൂക്കി നോക്കുമ്പോ ഒറ്റ ഹസനത്തിന്റെ കുറവ്, ഒരു തെറ്റ് മാത്രം മുൻതൂക്കം നിൽക്കുന്നു. അക്കാരണം കൊണ്ട് നരകത്തിൽ പോകേണ്ട ഗതികേട്. എന്തൊരു അദാബാണത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നീതിമാനല്ലേ? അള്ളാഹു നീതി കാണിച്ചു കൊടുക്കാനാണല്ലോ മഹ്ശർ. അപ്പൊ ഇവൻ അള്ളാഹിനോട് സങ്കടം പറയുമ്പോ അള്ളാഹിനോട് പറയൂത്രേ, ഈ ഒരു കാര്യം ചെയ്യും, ഇവിടെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ടല്ലോ, ആരെടുത്തെങ്കിലും പോയിട്ട് ഒരു നന്മ തരാൻ വേണ്ടി പറയാം, എന്നാ രക്ഷപ്പെടുത്തിക്കോളാം. എല്ലായിടത്തും പോകുവന് ഒരു മനുഷ്യൻ കൊടുക്കൂല. അങ്ങനത്തെ ലോകാണത്. ഇന്നൊരാൾ 500 രൂപ യൂസ് ചെയ്യാൻ നമ്മൾ ധൈര്യമായിട്ട് എടുത്തു കൊടുക്കും. 1000 ചോദിച്ചാൽ കൊടുക്കും, 10,000 ചോദിച്ചാൽ കൊടുക്കും. മഹ്ശറിന്നേ ഒരു നിസ്കാരത്തിന്റെ അമൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തരൂല, ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എനിക്കും തരൂല. അവിടെ എല്ലാവർക്കും അവനന്റെ കാര്യമാണ്. ഇത് റബ്ബിന്റെ വാക്കല്ലേ? ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമല്ലേ? അന്നത്തെ ദിവസം അന്ന് ഖിയാമത്ത് നാളിൽ എല്ലാവർക്കും സ്വന്തം കാര്യമാണ്. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. പറയുമ്പോ തന്നെ പേടിയാകുന്നു. മുഅ്മിനീങ്ങളെ, അവിടേക്ക് കൊണ്ടുപോണ്ടേ നമുക്ക് ഹസനാത്തുകൾ. അതിനുള്ള വഴിയാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. പിന്നെയോ വന്നജാതു മിൻ ദറകാതിഹി, എല്ലാ വീഴ്ചകളിൽ നിന്നും അധപ്പതനത്തിൽ നിന്നുമുള്ള രക്ഷയാണ്. എവിടെയും വീഴൂല, ഒരു അധപ്പതനുണ്ടാവൂല. ഈ ദുൽഹിജ്ജ മാസത്തെ ഒരാൾ ആദരിച്ചാൽ, ദുൽഹിജ്ജ മാസം മുഴുവൻ വേണമെന്നില്ല, ആദ്യത്തെ 10 ദിവസം ആദരിച്ചാൽ അധപ്പതനങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തുമെന്നാണ്. പിന്നെയോ വസ്സുഊദു അലാ ദറജാതിഹി, അവന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമെന്നാണ്. അല്ലാഹു ഈ 10 നന്മകളും നമുക്ക് സാധ്യമാക്കി തരട്ടെ. ഞാൻ ദീർഘമായി സംസാരിക്കണില്ല, 9:15 നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മ വേണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ദിവസങ്ങളാണ് വരാൻ പോണത്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 വെള്ളിയാഴ്ച രാവാണ്. നമ്മൾ വലിയ ഭാഗ്യം ചെയ്തവരാണ്. ഈ മജ്ലിസ് ഖബൂലായി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ വെള്ളിയാഴ്ചയാണ്. നല്ലോണം അധ്വാനിക്കേണ്ട ദിവസമാണ് നാളെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഹജ്ജിന്റെ സീസൺ തുടങ്ങാൻ പോവാണ്. അവിടെ പൊട്ടിക്കരഞ്ഞ് ശറഫാക്കപ്പെട്ട ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മിനയിലും മുസ്ദലിഫയിലും ഹറഫയിലും ജമറാത്തുകളിലും മതാഫിലും കഅബയുടെ കില്ല പിടിച്ചുകൊണ്ടും അതുപോലെ സ്വർണ്ണപ്പാത്തിക്ക് താഴെ വെച്ചും ഹജറുൽ അസ്വദിന്റെ അടുത്ത് വെച്ചും റുക്നുൽ യമാനിന്റെ അടുക്കൽ വെച്ചും സഈന്റെ സമയത്ത് സുബ്ഹാനല്ലാഹ് സഫാ മർവ കുന്നുകളിലും കുന്നുകൾക്കിടയിലും സംസം കിണറിന്റെ അടുത്ത് വെച്ചും മസ്ജിദുൽ ഹറാമിലും എല്ലാം ഹാജിമാർ കൂട്ടക്കരച്ചില. അവരവിടുന്ന് പൊട്ടിക്കരയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഓർമ്മ നമുക്കും വേണം. അവരുടെ ദുആയിൽ നമുക്ക് പങ്കുചേരണം. സ്വാലിഹീങ്ങൾ മുഴുവനും അവിടെ എത്തുന്ന വർഷമാണ് ഹജ്ജിന്റെ വർഷം എന്ന് പറയുന്നത്. ഓരോ ഹജ്ജിലും ലക്ഷക്കണക്കിന് സ്വാലിഹീങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളുമാണ് മക്കയിൽ തമ്പടിക്കുന്നത്.
നല്ലോണം നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ അവരവിടെ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഉറങ്ങിക്കളയരുത്, നല്ലോണം ജാഗ്രത കാണിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഇനി അറഫ ദിവസം വരാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദിവസമാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. അന്ന് നോമ്പെടുക്കൽ മുഅക്കദായ സുന്നത്താണ്. അന്നത്തെ നോമ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങള്? അള്ളാന്റെ റസൂലിന് മുത്തുനബിക്ക് അല്ലാഹ് കൊടുത്ത ഓഫറാണത്. ഒരാൾ അറഫ ദിവസം നോമ്പെടുത്താൽ ആ മനുഷ്യന് അടുത്ത വർഷം അറഫ വരെ മരണമില്ല. ചെറിയ കാര്യം എന്നാ വിചാരിച്ചത്? ഞാൻ 2 നോമ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന് മുഹറം 10ന്റെ നോമ്പാണ്. മുഹറം 10ന്റെ നോമ്പ് മുഅക്കദായ നോമ്പാ, സുന്നത്തുൻ മുഅക്കദ. പക്ഷേ മുഹറം 10ന്റെ നോമ്പിന്റെ കൂലി എന്താണെന്നറിയോ? ഒരാൾ മുഹറം 10 നോമ്പെടുത്താൽ മൻ സ്വാമ യൗമ ആശൂറാ യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപം പൊറുക്കും. എന്നാൽ ഇതാ അടുത്ത ആഴ്ച വരാൻ പോകുന്ന അറഫ നോമ്പ്, മൻ സ്വാമ യൗമ അറഫ, ഒരാൾ അറഫ ദിവസത്തിൽ നോമ്പെടുത്താൽ യുകഫിറു സനത്തൽ മാദിയത വൽ ഖാബില, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യുകഫിറു സനത്തൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരാൻ പോകുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. കഴിഞ്ഞ കൊല്ലത്തെ പാപം പൊറുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലം നമ്മൾ പാപം ചെയ്തിട്ടുണ്ടാകും. വരാൻ പോകുന്ന ഒരു കൊല്ലത്തെ പാപം പൊറുക്കണമെങ്കിൽ റസൂൽ എന്ത് പറയണതേ, വെറുതെ പറയില്ലല്ലോ നമ്മളെ പോലെ. അടുത്ത കൊല്ലത്തെ പാപം പൊറുക്കണമെന്ന് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം? ഇയാൾ ജീവിച്ചിരിക്കണം. ജീവിച്ചിരുന്നാലേ പടച്ചോന് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, അറഫ ദിവസം ഒരാൾ നോമ്പെടുക്കുകയും ആ നോമ്പ് മഖ്ബൂലാവുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ അടുത്ത അറഫ വരെ അവന്റെ ആയുസിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ്, മരണമില്ല. പിന്നെ വേറെയും ഉലമാക്കൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, എന്ത് ഇത് 2 മുഅക്കദായ സുന്നത്താണല്ലോ. മുഹറം 10 ഒരു കൊല്ലത്തെ പാപം, അറഫ ദിവസത്തിന് 2 കൊല്ലത്തെ പാപ പൊറുക്കുക, എന്താ അങ്ങനെ? ഇവിടെയാണ് നമ്മുടെ ഹബീബിന്റെ ഫദ്ല് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ അതിന്റെ കാരണം എന്നറിയോ? മുഹറം 10ന്റെ നോമ്പ് ആരുമായി ബന്ധപ്പെട്ട നോമ്പാണ്? മഹാനായ സയ്യിദുനാ മൂസൽ കലീം അലൈഹിസ്സലാം, മൂസ നബിയുമായി ബന്ധപ്പെട്ട നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ്, അല്ലേ? മദീനത്തെ റസൂൽ ചെന്നപ്പോ അവിടെ ജൂതന്മാര് 10 എടുക്കുന്നുണ്ടപ്പോ റസൂൽ പറഞ്ഞു നമുക്ക് കൊടുക്കണം, നമ്മളാണ് മൂസ നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട ആള്. അപ്പൊ മൂസ നബിയുമായി ബന്ധപ്പെട്ട നോമ്പാണ് ഏത്? മുഹറം 10ന്റെ നോമ്പ്. എന്നാൽ അറഫ ദിവസത്തെ നോമ്പ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളുമായി ബന്ധപ്പെട്ട നോമ്പാണ്, ഹബീബിന്റെ സുന്നത്താണ്. അള്ളാഹ്ക്ക് ഹബീബിനോടാണ് കൂടുതൽ ഇഷ്ടം. മൂസ നബി മോശക്കാരനായതുകൊണ്ടല്ല. فَقَنَّبِينَ فِي خَلْقٍ وَفِي خُلُقٍ وَلَمْ يُدَانُهُ فِي علم ولا كرم صل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. അല്ലാഹു മുത്തുനബിയോട് വല്ലാത്ത മഹബ്ബത്താണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങൾക്കും പത്തരമാറ്റിന്റെ തിളക്കമാണ്. ആ ഉമ്മത്തിങ്ങളിൽ പെടാൻ നമുക്ക് അല്ലാഹു തന്ന ഭാഗ്യത്തിന് ജീവിതകാലം മുഴുവനും സുജൂദിൽ കടന്ന് പൊട്ടിക്കരഞ്ഞാലും മതിയാവില്ല മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അറഫ ദിവസം ഉപയോഗപ്പെടുത്തണം. പെരുന്നാൾ ദിവസം വല്ലാത്ത ഫളിലുള്ള ദിവസമാണ്. ചെറിയ പെരുന്നാളിനാണോ വലിയ പെരുന്നാളിനാണോ കൂടുതൽ മഹത്വം ചർച്ചയാണ് കിതാബുകളിൽ. 2 പെരുന്നാളല്ലേ? ചെറിയ പെരുന്നാളിനാണോ ബലി പെരുന്നാളിനാണോ കൂടുതൽ മഹത്വം? ഉലമാ ഒത്തു സമ്മതിച്ച കാര്യമാണ്, ബലി പെരുന്നാളിനാണ് കൂടുതൽ മഹത്വം. അതിന് കാരണം പറഞ്ഞത് ബലി പെരുന്നാൾ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത്? ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിങ്ങൾ അറുക്കണം, ബലി കൊടുക്കണം എന്ന് പറഞ്ഞു. പെരുന്നാളിന് അറബി പറയാ, ബലി പെരുന്നാളിന് അറബി പറയുന്ന പേര് യൗമുൻ നഹർ എന്നാണ്. ബലിയുടെ ദിവസമാണ്. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇതേപോലെ സ്ഥിരപ്പെട്ടിട്ടില്ല ഏത്? ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല ചെറിയ പെരുന്നാള്.
അതുകൊണ്ട് ചെറിയ പെരുന്നാളിനേക്കാളും മഹത്വം വലിയ പെരുന്നാളിനാണ്. അത് ഉദ്ഹിയ്യത്തിന്റെ ദിവസമാണ്, സ്വതക്കയുടെ ദിവസമാണ്, അമലിന്റെയും അതുപോലെ തന്നെ സിലത്തുർ റഹിമിന്റെയും കുടുംബ ബന്ധം ചേർക്കേണ്ടയും ദിവസമാണ്. അന്ന് കുതിര കളിക്കേണ്ട ദിവസമല്ല. ഉമ്മമാരോട് ഞാൻ പറയാണ്, നല്ലോണം അദബിൽ നമ്മുടെ മക്കളെ വളർത്തണം. മക്കൾക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് വല്ലാത്ത ഷറഫുള്ള ദിവസമാണ്. അതിന്റെ ഹുർമത്തിനെ കളഞ്ഞു കുളിക്കുന്ന ഒരു ഏർപ്പാടും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്. ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ ഓരോ ബിദ്അത്തുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നോമ്പ് ഹറാമായ ദിവസങ്ങളാണ്. 1 മുതൽ 9 ദിവസം നോമ്പ് സുന്നത്ത്. 10 നോമ്പെടുത്താൽ കുറ്റം, 11 നോമ്പെടുത്താൽ കുറ്റം, 12 നോമ്പെടുത്താൽ കുറ്റം, 13 നോമ്പെടുത്താൽ കുറ്റം. അയ്യാമു തശ്രീഖിന്റെ മഹത്തായ ദിവസങ്ങളാണതൊക്കെ. അപ്പൊ അതൊക്കെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദുൽഹിജ്ജയിൽ ആരൊക്കെ ഉണ്ടാവാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ നിന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇനി എല്ലാവരും എല്ലാ